അമ്പമ്പോ അമ്പടകേമ കുന്നംകുളത്തങ്ങാടി അച്ഛനും അമ്മയും അല്ലാതെല്ലാം കിട്ടണരങ്ങാടി ആരെന്തൊക്കെ ചെന്നാലും നാടാകെ പേരുള്ളങ്ങാടി പ്രാണൻ പോലെ വ്യാപാരം കാണുന്നു പാവം അങ്ങാടി ആക്കാറ്റ് പള്ളിയിലെ ഔസേപ്പ് കത്തനാർ കെങ്കേമമാക്കിയൊരങ്ങാടി കുന്നും കുളങ്ങളും ചേരുന്ന നാടില് കുന്നംകുളം എന്നായ പേര് അങ്ങാടി അങ്ങാടി ഇത് കുന്നംകുളത്തങ്ങാടി അങ്ങാടി അങ്ങാടി കുന്നംകുളത്തങ്ങാടി അങ്ങാടി അങ്ങാടി ഇത് കുന്നംകുളത്തങ്ങാടി അങ്ങാടി അങ്ങാടി കുന്നംകുളത്തങ്ങാടി പരമപുരാതനനാകും വണികൻ വണികനു പേരോ കോരാ കോരാ അവനു കിടാങ്ങളു കുരുവിള പ്രാഞ്ചീന്തേന്തത്ത തകതത്താരിത്താരകതത്തുവദന്തി വേറെ വഴിക്കൊരു കച്ചോടം കൂടണയാനൊരു തറവാട് തലമുറയുടെ തറവാട് പ്രാഞ്ചേരിക്കട മേലാള് കുരുവിയടക്കട രാജാവ് കോഴി കൂകും ഒരു നേരം തൊട്ടിന് ചിന്തയിൽ അത് മാത്രം കാണണ്ടേ കാണണ്ടേ മാളോരെ കാണണ്ടേ ആനത്തലയോളം ചേനക്കാര്യം വേലകളും പല വേലികളും നടുതല്ലിയലച്ചു ചിരിക്കണ ചരിതം അമ്പട അമ്പമ്പോ കലക്കിടാ സ്ട്രൈറ്റാ വാങ്ങിച്ചോ അങ്ങനെ ഇങ്ങനെയൊന്നും കാശ് ചെലവാക്കണ ആളല്ല പ്രാഞ്ചേട്ടൻ തൊട്ടിറക്കിണ്ടെങ്കിൽ അതിന് നല്ലൊരു ഉദ്ദേശം ഉണ്ടാവും ഈ കാശിന് പത്മശ്രീയുടെ വിലയുണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടാ തദ്ധീം ധണ്ണത്തദ്ധീം തദ്ധീം ധണ്ണാധീം തദ്ധീം ധണ്ണത്തദ്ധീം തദ്ധീം ധണ്ണാധീം തത്തോം ധണ്ണത്തജൊണ്ണു ധണ്ണത്തജൊണ്ണു തധണ്ണത്തോം തജൊണ്ണു ധണ്ണത്തജൊണ്ണു തക്കടതും താ തക്കടതും താ തക്കടതും താ തോം ധണ്ണത്തജൊണ്ണു ധണ്ണത്തജൊണ്ണു തധണ്ണത്തോം തജൊണ്ണു ധണ്ണത്തജൊണ്ണു തോം ധണ്ണത്തജൊണ്ണു ധണ്ണത്തജൊണ്ണു തധണ്ണത്തോം തജൊണ്ണു ധണ്ണത്തജൊണ്ണു തോം ഈശ്വരന്മാരെ ഒരെണ്ണത്തിന് ആവശ്യത്തിന് നോക്കിയാൽ കാണില്ല അല്ലെങ്കിൽ എല്ലാവർക്കും വേണേനും ഐ വരുന്നുണ്ടല്ലോ ഒരു കശ്മലൻ ഐ വരണ വരവ് വേണ്ട കോണിയും ഐ ഈശ്വരോ ഗേറ്റേ തുറക്കാൻ കിട്ട് ആ മുട്ടല്ലേ ട്ടാ ടച്ചിയല്ലേ ഓ ഈശ്വരോ എന്തൊരു ബല മസിലൊക്കെ വെട്ടിക്കേറി പോയെന്നെ ആ എടോ കട്ട മിശക്കര താനെ വെടിക്ക് ഈ കോണി കൊണ്ട് പോണേ ആകാശത്തേക്ക് കയറാനാ ഡോ ഈ പാണ്ടേങ്കാടൻ തറവാട് ഇതാണോ പാണ്ടേങ്കാടൻ തറവാടാ അത് പാണേങ്കാടൻ തറവാടണ്ട ഓ ഒരു ചെറിയ തെറ്റുപറ്റി എത്ര കണ്ട് ഉപദേശിക്കാൻ നിൽക്കണ സാധനം ദേദീ മുതല് അതെ ഈ പാണ്ടേങ്കാടനായാലും പാണേങ്കാടനായാലും രണ്ടിലും ഞാനില്ലടോ പിന്നെ അത്ര വ്യത്യാസം അത് നീയും ഞാനും തമ്മിലുള്ള ഓ വ്യത്യാസം എന്തേ നീ ഒരു രാജാവ് സാധനം വന്നിരിക്കണ് ഷോ വെറുതെ നീ എന്തുണ്ട്? കോണി കൊണ്ട് പോണേ അസത്ത് മോര സാധന ധരി ധരി തജും ധരി ധരി തണം എന്തൊരു തജും പച്ചച്ച് വീടല്ലേ? തണം തരും തരീം തരി ധരി തജും ധരി ധരി തണം തജും തണം തരും തരീം ധരി ധരി തജും ധരി 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 തജും ധരി ധരി എന്തോരം മരങ്ങളാ ഇവർക്കൊന്ന് വെട്ടി വീശി കുടിച്ചോ ഓ ഷോ തേങ്ങയായിരുന്നു അല്ലേ വീഴാനായിട്ട് തക്കം വാർത്ത കയറുന്നുല്ലേ സാധനെ പിന്നെ ഞാനിപ്പോ തല കാണിച്ചിട്ടല്ലേ വീഴാനായിട്ട് ഒന്ന് പോടെ അവിടുന്ന് ധീം ഓ. ധണ്ണത്തദ്ധീം
ഈശ്വരന്മാരെ ഇപ്പൊ ചവിട്ടി കൂടി പപ്പട പരിവയ്ക്കണേ സാധനം തണം തരും തരീം തരി തരി തജും താരി തരി തകം തരി തരി തജും താരി തരി തകം തരി തജും തരി തണം തരി തരും തരി തദീം തജും തണം തരും തദീം തദിം ഗണ്ണതും തതജും തണം തരും തദീം തദിം ഗണ്ണതും തതജും തണം തരും തദീം തകടം 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 ഈശ്വരന്മാരെ ദാരിപ്പ് ഇവിടെ തൂക്കിയിട്ടിരിക്കണേ നെഞ്ചത്ത് ലൈറ്റൊക്കെ തിരിച്ചിട്ടുണ്ടല്ലോ എന്തായാലും തൂക്കിയിടാൻ പറ്റിയ ഫോട്ടോ തന്നെ കേട്ടോ എവിടുന്ന് കിട്ടണം അവൻ്റെ ഈശ്വരന്മാരെ തരി തരി തജും തരി തരി തണം ആരാ അപ്പൊ തുടങ്ങില്ലേ എന്ത് കുന്തം എനിക്ക് വേറെ 5-6 സ്ഥലത്ത് തുടങ്ങാനുള്ള കേട്ടോ ദേ ഈ വയറൊക്കെ ഒന്ന് കുറച്ചോട്ടോ അല്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും നിങ്ങ ആരാണ് ദേ കിടക്കണ് എന്നെ കണ്ടറിഞ്ഞോടോ ഡാൻസ് മാഷാന്ന് അയ്യോ എവിടെന്റെ സ്റ്റുഡന്റ് ഇപ്പൊ വിളിക്കാട്ടാ സ്റ്റുഡന്റ് കുന്നംകുളത്തങ്ങാടി കുന്നംകുളത്തങ്ങാടി ശരി കളിക്കങ്ങാട് ഏയ് കുട്ടി ഒന്നും കൂടി ഫാസ്റ്റ് ആവണം ദേ ഇങ്ങനെ ഏയ് തേയ് 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 കണ്ടോ ഇങ്ങനെ ഇട്ടേ സാറ് തുള്ളണ പോലെ തുള്ളണം ആ ഇനി വേറൊരു സ്റ്റെപ്പ് ഉണ്ട് ഇങ്ങനെ തേയ് 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 കാണിക്കങ്ങട് എന്നെ നോക്കിയിട്ടല്ല നേരെ നോക്കി കാണിക്ക നേരെ നോക്കി കാണിക്കിട്ടാ ആ അതെ കുട്ടി ഞാനൊരു കാര്യം പറയാം അതെ മോഹുവയാലും കുച്ചുവയാലും നാടുവയാലും സ്റ്റെപ്സിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അറിയോ അല്ലേ ഇതിപ്പോ എല്ലാം പഠിപ്പിക്കാനുള്ള പരിപാടിയാ പിന്നല്ലാണ്ട് മാഷേ ഉം. ഇങ്ങനെ ABCD മുഴുവൻ പഠിപ്പിക്കാനുള്ള സമയമില്ല അവക്ക് യുവജനോത്സവത്തിൽ നാടോടി നൃത്തത്തിന് ഫസ്റ്റ് കിട്ടണം അതാണ്. അത് മാത്രം പഠിപ്പിച്ചാൽ മതി ആ, കരാള സിംഹള രാഗത്തിൽ തുടങ്ങണ കരളലിയിക്കുന്ന ഒരു ഗാനുണ്ട് ആ അതായത് ഈ ഗുജറാത്തിലെ ഗീർവനത്തിലേക്ക് കഷായവേര് തേടിപ്പോയ ഒരു കുറത്തിയുടെ കഥ ഏതാ പോയി കുറത്തി നിങ്ങക്ക് ഈ നാടോടി നൃത്തം എന്ന് പറഞ്ഞാൽ കുറവനും കുറത്തിയും മാത്രമേ ഉള്ളൂ ഒന്ന് മാറ്റി പിടിച്ചൂടെ മാഷേ നിന്റെ കെട്ടിയോനെ അത് അതെ നിനക്ക് അങ്ങനെ തന്നെ വേണം കുന്തേ എന്റെ സാറേ ഈ നാടോടി നൃത്തത്തില് മലങ്കുറവനും മലങ്കുറത്തിയും മസ്റ്റാ പിന്നെ തയ്യാറ് ഇതൊക്കെ മാറ്റിയിട്ടാ ഞാൻ ഗീർവനും കഷായവേരും ഒന്ന് പിടിച്ചു തന്നെ ഇതിപ്പോ എന്താ ഇതിന്റെ കഥ എന്താ അതായത് ഈ ഗീർവനത്തിലേക്ക് കഷായവേര് തേടി ഒരു കുറത്തി അങ്ങോട്ട് പോകും ആ കുറത്തിനെ സിംഗം പിടിക്കും ഓ എന്നിട്ട് ആ കുറത്തിനെ കാണാണ്ട് ദുഃഖിച്ചിട്ട് കുറവൻ അങ്ങനെ കാട് മുഴുവൻ നടന്ന് പാടും ഓ അതാണ് അല്ല അപ്പൊ ഈ കുറവനെ സിംഹ പിടിച്ചാലോ എന്റെ കുന്തേ ഈ കുറത്തിനെ തിന്ന് വയറ് ഫുൾട്ടിഫുള്ളായിരിക്കുന്ന സിംഗത്തിന് പിന്നെ നിന്റെ കുറവൻ ഈ സാധനത്തിന് ഒന്നും അറിഞ്ഞൂടാ ആ ആ, ആ, അതെ. എന്തേലും ആവട്ടെ പഠിപ്പിക്കും മോളിൽ തുടങ്ങി ഈ സാധനത്തിന് ഒന്നും അറിഞ്ഞൂടാ അയ്യേ ഞാൻ കുറച്ച് സ്റ്റെപ്സ് ഇട്ട് തരാം ദേ ദേ ആ ഏഴിമലം കാട്ടിലെ മലം അതെ മാഷേ കുറവാ. ധൃതി വേണ്ട പതുക്കെ പഠിപ്പിച്ചാ മതി കുന്തേ എനിക്ക് 4 സ്ഥലത്ത് വേറെ സ്റ്റെപ്സ് പഠിപ്പിക്കാനുള്ളതാ ആ. പോയങ്ങട് അല്ല മാഷേ എല്ലാ സ്ഥലത്തും ഈ ഒരൊറ്റ ഡാൻസ് ആണോ പഠിപ്പിക്കണേ അതെ അങ്ങനെ പഠിപ്പിച്ച മൊയ്തീൻകുട്ടി മാഷ അവസ്ഥ എനിക്ക് അതെന്താ ആ മൊയ്തീൻകുട്ടി മാഷേ ഇലക്ഷന് വേണ്ടിയിട്ടേ എല്ലാവർക്കും പേരും ചിഹ്നവും മാത്രം മാറ്റിയിട്ട് പാട്ട് എഴുതി എന്നിട്ടുണ്ടായേ എന്താണ്ടായേ? വടക്കാഞ്ചേരി ഗേറ്റേ ടപ്പേന്ന് നടന്നപ്പോഴേ ആ. എല്ലാ വണ്ടിക്കാരും വന്നിട്ട് പാടലോ പാടല് ഒരു പാട്ടിനായിരുന്നു എന്നിട്ട് എന്നിട്ട് ഇപ്പൊ എന്താ മൊയ്തീൻകുട്ടി മാഷ കാലുമേലേ 2 കമ്പി പുളൂരിട്ടില്ല എത്രേ ആ അത് ഓർമ്മ ഉണ്ടായ നല്ലതാണ് എല്ലായിടത്തും ഈ ഡാൻസ് പഠിപ്പിച്ചാണല്ലോ മാഷിന്റെ കാലിലെ കമ്പിയല്ലേ കയറട്ടാ വേറെ എന്തേലും ഇല്ലേ കമ്പി ഞാൻ കേട്ടില്ല കേട്ടോ വല്ല കാന്തത്തിന്റെ അടുത്ത് പോലെ ഒട്ടിയെ പിടിക്കും ആ എന്നാ പഠിപ്പിക്ക് അയ്യേ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ ദേ എഴിമലം കാട്ടിലെ മലം കുറവാ ദേ കണ്ട സ്റ്റെപ്പ് നോക്കണം മുദ്ര നോക്കണം ഏഴിമലം കാട്ടിലെ മലം കുറവാ ഏഴിമലം എവിടേക്കാ നോക്കണേ ആ, കൂട്ടസിനിക്കല്ല അഞ്ച്. ദേ 5 2 5 2 7 ഏഴിമലം കാട്ടിലെ മലം കുറവാ ഈ കാട് മലയൊക്കെ ഒരുമിച്ചായതുകൊണ്ടേ ഒറ്റ സ്റ്റെപ്പ് മതി പിന്നെ മലം കുറവാ ഇതെന്താ മാഷേ കാട്ടിൽ മലയൊക്കെ ആകുമ്പോ ഒത്തിരി കുറയും സാധനേ തരി തരി തജും തരി തരി തണം ഇനി അടുത്ത സ്റ്റെപ്പ് ഇട്ടാ ദേ നോക്കണേ ആ തേയ് എന്താ പരിപാടി തേയ് യുവജനോത്സവൊക്കെ അല്ലടാ തേയ് ഒന്ന് പ്രാക്ടീസ് ചെയ്യിക്കാച്ചു ഓഹോ നടക്കട്ടെ നടക്കട്ടെ തേയ് കൊച്ചിനെ പഠിപ്പിക്കുന്ന മാഷാണിത് മാഷ അത് ടീച്ചറല്ലേ സൂസ് എവിടെ അവളകത്തുണ്ട് തേയ് 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 നോക്കി പഠിക്കുന്നതേ അല്ല ചുട്ടെടുത്തരും ഞാൻ നല്ല ചോടിയായിട്ട് ഏയ്. കളിച്ചിട്ടടി തേയ് 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 തലയിളക്കിങ്ങനെ തേയ് 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 നമ്മുടെ വീട്ടിലും കലാബോധമുള്ളവരൊക്കെ ഉണ്ട് അവള് നന്നായി കളിക്കണ്ടേ എന്തുടാ നിന്റെ മോന്ത ഇങ്ങനെ കൊട്ടതേങ്ങ പോലെ ഇരിക്കണേ കണ്ടോ കണ്ടോ
സ്വന്തം കുട്ടിയെ കലാതിലകം ആക്കാൻ അവർ പെടുന്ന പാട് കണ്ടോ? ഇവിടെ ഒരാളുണ്ട്, എന്തെങ്കിലും ചിന്തയുണ്ടോ? ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ. ഇനിയിപ്പോ ഇവനെ കൂടി നിനക്ക് മലങ്കുറവനാക്കണ. ചേട്ടാ പോയി മലങ്കുറവനാവ്. ഞാനില്ലേട്ടാ ഡാൻസും കുഞ്ചും. കൂൻസാ കേട്ടേ, എടി ഇമ്മടെ മോന് ഏതെങ്കിലും തരത്തിലൊരു കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ പ്രോത്സാഹിപ്പിക്കാണ്ടിരിക്കോ? നിങ്ങളുടെ അല്ലേ മോൻ, അപ്പൊ പിന്നെ എങ്ങനെ ഉണ്ടാവും? ശരിയാ, നിന്റെ തറവാട്ടിലെ കഴിവാ കിട്ടിയിരുന്ന വെച്ചെങ്കിൽ നിന്റെ അപ്പന്റെ പോലെ 4 5 ഉണ്ടാക്കിയിരുന്നു. ഇപ്പൊ അതുമില്ല. ഞാൻ തർക്കിക്കാൻ പറഞ്ഞതല്ല, അവനെ മിമിക്രി കാണിക്കാൻ ആഗ്രഹം. മിമിക്രിയാ? ഒന്ന് കാണിച്ചടാ. പഠിപ്പിക്കാതെ എങ്ങനെയാ പ്രാഞ്ചേട്ടാ കാണിക്കുന്നേ? ഡിപ്പോത്ത് ഇതിനൊക്കെ ജന്മസിദ്ധമായിട്ടൊരു കഴിവുണ്ടാവണം. അതിനെ പ്രോത്സാഹിപ്പിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ എന്ന് പൂച്ചയുടെ സൗണ്ട് ഉണ്ടാക്കിയനെ അമ്മനെ ചൂലിങ്ങിട്ട് വെച്ചാ പടച്ചേ. ബെസ്റ്റ് പ്രോത്സാഹനം. എങ്ങനെയാണ് പിന്നെ ഇവരൊക്കെ നേരാവ്? ഞാൻ തല്ലിയതിപ്പം പൂച്ചയുടെ സൗണ്ട് എടുത്തതിനൊന്നും അല്ല. ഞാൻ വിചാരിച്ചു ശരിക്കും കട്ടി ഞാൻ വന്ന് പൂച്ചയായിരിക്കുന്നു. അപ്പൊ നീ അവാർഡ് കൊടുത്താണല്ലേ? ഒന്ന് കാണിച്ചടാ കേക്കട്ടെ. ഒന്ന് കാണിക്കടാ. ഈ ശബ്ദം കേട്ടാ നീ ശരിക്കുള്ള പൂച്ചെന്ന് വിചാരിച്ചു? അത് പിന്നെ മൈക്ക് കൂടെ ഒക്കെ കേൾക്കുമ്പോ ശരിയായിക്കോളും. എന്നാ പിന്നെ 4 മൈക്ക് മേടിച്ചു വെച്ചാ പോരെ. എന്തിനാ പിന്നെ പഠിപ്പിക്കണേ? പ്രാഞ്ചേട്ടനൊന്ന് പറഞ്ഞു കൊടുക്ക്. ഞാൻ എന്തൊട്ട് പറഞ്ഞു കൊടുക്കണ ആയിരിക്കാച്ചോടാ? ഹായ്, പണ്ട് കുറുക്കന്റെ സൗണ്ട് ഒക്കെ എടുത്തിട്ടില്ലേ, അതുപോലെ എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ മതി. ആണപ്പാ, അതെങ്ങനെയാ? അതൊക്കെ ഉണ്ട് പോനെ. നിന്റെ അപ്പൻ ആരാ കുറുക്കനെന്ന് അറിയോ? ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണേ. പണ്ട് പെണ്ണിനെ കാണാൻ പോകുമ്പോ എന്തൊക്കെ ശബ്ദം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചാ അത് പിള്ളേരുടെ അടുത്ത് പറയുള്ളൂ. അല്ലപ്പാ, ഇങ്ങനെ ഇപ്പൊ ഉണ്ടാക്കിയേ കുറുക്കന്റെ ശബ്ദം വിളിച്ചോ പ്രാഞ്ചേട്ടാ? വിളിക്കേ? അപ്പൊ ഈ ശബ്ദമൊക്കെ നിനക്ക് ഓർമ്മ ഉണ്ടല്ലേ? അതെ, നിങ്ങൾ ഇവിടെ പഴയതൊക്കെ ഓർത്തോണ്ടിരുന്നോ? മര്യാദയ്ക്ക് അച്ഛനെ വല്ലതും പഠിപ്പിക്കാൻ നോക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ എനിക്ക് തല ഉയർത്തി നടക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ മോക്ക് കലാതിലകം കിട്ടിയ മട്ടില്ല ചേച്ചിയുടെ നടപ്പ്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവൻ ഏതെങ്കിലും ഐറ്റത്തിൽ ചെയ്യാന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. നോക്കിയോ? ഇവിടെ എന്തുട്ട് പ്രാന്തൊക്കെ ഈ പറയണേ? പട്ടിയുടെ പൂച്ചയുടെ ഒക്കെ ശബ്ദം ഉണ്ടാക്കിയിട്ട് കലാതിലകവും കലാപ്രതിഭയൊക്കെ ആവാൻ പറ്റുമോ? ആർക്കണില്ല. ഇതെന്താ സുയത്? ശുദ്ധമായ പശുമ്പാലേ ഞാൻ കുടിക്കാറുള്ളൂ. അതെനിക്ക് നിർബന്ധം. അതെ, എന്നെ ഗൾഫിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ ഡാൻസ് പഠിപ്പിക്കാൻ വിളിക്കാറുണ്ട്. അവിടുത്തെ കേരളോത്സവത്തിനെ പഠിപ്പിക്കാനായിട്ടേ. പക്ഷെ ഞാൻ പോവില്ല. എന്താ കാരണം? എന്താണ്? അവിടെ ശുദ്ധമായ പശുമ്പാല് കിട്ടില്ല. അവിടെ കഴുതപ്പാലേ കിട്ടുള്ളൂ. കുന്തേ മാഷേ, എന്റെ മോൾ എത്ര നാള് പഠിക്കേണ്ടി വരും? അതൊരു 3-4 ഡേയ്സ് പഠിച്ചാ മതി. ആണല്ലേ? പക്ഷേ ആ കുട്ടിക്ക് ഒഴിവുള്ളപ്പോഴാണെങ്കിൽ എനിക്ക് ഒഴിവില്ല, എനിക്ക് ഒഴിവുള്ളപ്പോഴാണെങ്കിൽ ആ കുട്ടിക്ക് ഒഴിവില്ല. അതിലെ കുഴപ്പം. അപ്പൊ എന്ത് ചെയ്യും? അവക്കടെ ക്ലാസ് കളയാൻ പറ്റൂല അധികം. അതിനൊരു സൂത്രണ്ട്. എന്താണ്? പല സ്ഥലത്തും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ്. എന്താണ്? വീട്ടിലെ കുട്ടിയുടെ അമ്മേനെ ഡാൻസ് അങ്ങോട്ട് പഠിപ്പിക്കും. അമ്മ മോൾക്ക് കണ്ട് പഠിപ്പിച്ചു കൊടുക്കണം. എന്നെയോ? കർത്താവേ, ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല. അതൊക്കെ വെറും സിമ്പിൾ അല്ലേ? എനിക്കറിയാം. അമ്മമാരെ പഠിപ്പിക്കുന്ന സുഖം ചേച്ചിക്കാണെങ്കിലോ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പറ്റും. എനിക്കതൊക്കെ പറ്റുമോ മാഷേ? എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വയ്യ. ഞാൻ ഇപ്പൊ തന്നെ പഠിപ്പിക്കും. മാഷേ, എനിക്ക് പറ്റൂന്ന് തോന്നണില്ല മാഷേ. ഞാൻ അതിൽ എക്സ്പെർട്ട് അല്ലേ? മുദ്ര കാണിച്ചോളൂ. ഈശ്വരന്മാരെ, കൈയൊന്നും വളയണില്ല. ഇതിങ്ങനെ പിടിക്കുക. എന്നിട്ട് അതിങ്ങനെ ഈ ഗ്ലാസ് കുന്തേ ആ കോപ്പാടെ വെക്കേ. മുദ്ര കാണിക്കുമ്പോളാ അവിടെ ക്ലാസ് കൊണ്ട് കോപ്പ്. ദേ ശ്രദ്ധിച്ചു നോക്കണം കേട്ടാ. മുദ്രയാണ്. മുദ്രയല്ല കുതിര, മുദ്ര. മുദ്ര. ഇത് ഭയങ്കര പാടാണ്. കോപ്പാണ്. ദേ കൈ ഇതിങ്ങനെ തിരിച്ച പിടിക്കുക. എന്നിട്ട് ദേ ഈശ്വരാ ഒരു കുനിയ. എന്നിട്ട് അങ്ങനെ കുമ്പിട. കുമ്പിട്ടിട്ട് ദേ കണ്ണിൽ ഇങ്ങനെ 3 പ്രാവശ്യം വെക്കുക. കണ്ണിൽ കുത്തരുതിട്ടോ, കണ്ണ് കേടാവും. എന്നിട്ട് ദേ ഇങ്ങനെ എനിക്ക് കുന്തേ. കണ്ട? എന്നാ നമസ്കരിച്ചോളൂ. എന്നിട്ട് ദേ ഇതിങ്ങനെ തെയ്യാരേ തെയ് തെയ് തെയ്യാരേ തെയ് തെയ്. കണ്ട? ഒന്നുമില്ല കുന്തേ. രാഷ്ട്രീയക്കാരെ കൈ ഇങ്ങനെ മുകളിലേക്ക് ആക്കുക, പിള്ളേരെ പോലെ. പിന്നെ തെയ് തെയ് കോപ്പാണ്. ദേ തെയ്യാരേ തെയ് തെയ്. ഇങ്ങോട്ട് വന്നേ നീ. ഇതാണ് ഈ പെണ്ണുങ്ങളെ ഡാൻസ് പഠിക്കാൻ പോയുള്ള കുഴപ്പതാ. ഇതിന് നല്ല കുട്ടികളാന്ന് എനിക്ക് തോന്നുക. ദേ ഇങ്ങനെ പിടിക്കും. ദേ ഇങ്ങനെ ഇട്ടാ. ദേ ചെവിട്ടിൽ കൈ വെക്കേ. പിന്നെ ഒരു കൈ മുകളിലേക്ക് പിടിക്കാം. തെയ്യാരേ തെയ് തെയ് തെയ്യാരേ തെയ് തെയ്.
നേരെ പിടിച്ച് കൈ കുന്തേ തെയ്യാരേ തേയ് തേയ് ദേ ഈ കൈ എടുക്കാം. ഈ കൈ ഇങ്ങനെ വെക്കുക. കെട്ടിയോ കരണം പൊത്തി അടിക്കുമ്പോഴേ നമ്മൾ പൊത്തി പിടിക്കാറില്ലേ അതുപോലെ. ഇത് ബാങ്ക് പിടിക്കുമ്പോൾ കൈ മുകളിലേക്ക് ഉയർത്തി പിടിക്കുക. ഇതിങ്ങനെ തെയ്യാരേ തേയ് തേയ്. ഈ സാധനം പിന്നെ മേത്തോടെ കൂടി ഞാൻ ചത്തുപോളൂ പണ്ടറകലി. അങ്ങനെയല്ല അറിയാൻ പാടില്ല. ധരി ധരി തജും ധരി ധരി തണം കുന്നംകുളത്തങ്ങാടി കുന്നംകുളത്തങ്ങാടി തജും തണം ധരി ധരി തജും ധരി ധരി തണം. നീ സ്റ്റെപ്പ് കളിക്കണ്ട, ഞാൻ കാണിച്ചു തരാം. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ദേ ഇങ്ങനെ. നമ്മളിങ്ങനെ വന്നിട്ടേ തെയ്യാരേ തേയ് തേയ് തെയ്യാരേ തേയ് തേയ്. കണ്ട ഒന്നും കൂടി കാണിച്ചണ്ടേ. തെയ്യാരേ തേയ് തേയ് തെയ്യാരേ തേയ് തേയ്. കണ്ട തെയ്യാരേ. ഇതെന്താ പട്ടിനെ പിടിക്കാൻ പോയി? അങ്ങനെയല്ല കുന്തേ. ഈ കാല് നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു ചെളി കാണാന്ന് വിചാരിക്കാം. വെള്ളത്തിൽ ചെളി കണ്ടാ നമ്മൾ എന്ത് ചെയ്യും? തേയ്. ചെളി തട്ടില്ലേ? തേയ്. അത്രയുള്ളൂ. സിമ്പിളാ. തട്ട്. ഇങ്ങനെ തട്ടിയാലേ അയലക്കാരന്റെ വീട്ടിൽ വരുത്തും ചെള്ളി. വേണ്ട, നിന്നെ അവർ തല്ലിക്കൊല്ലും. വേണ്ട, നീ അത് പഠിക്കണ്ട. വേണ്ട, നിനക്ക് അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. ദേ സിമ്പിളാ സിമ്പിളാ സിമ്പിളാ. ശ്രദ്ധിച്ചോട്ടാ ഈശ്വരന്മാരെ. ദൈവമേ കാത്തോളണേ. തെയ്യാരേ തക തക തെയ്യാരേ തക തക. സ്പീഡ് കൂടുതലാണ്, എനിക്ക് മനസ്സിലാവും. ഞാനേ ഒറ്റ പ്രാവശ്യം കാണിച്ചു തരുള്ളൂട്ടാ, പിന്നെ ഞാൻ കാണിച്ചില്ല. എന്താണ്? എനിക്ക് പിന്നെ അറിയണ്ടേ കുന്തേ. ദേ ദേ തെയ്യാരേ തക തക തെയ്യാരേ തക തക. നാടോടി നൃത്തത്തിൽ സ്റ്റെപ്പാ കുന്തേ. എന്താണാവോ എപ്പോഴും നാക്ക് സ്ലിപ്പാവുക. ഈ കുന്നത്തിനടുത്ത് വന്നായിരുന്നു കളിക്കട്ടെ. ഈ കൈയില്ലേ, ഈ കൈ നമ്മളിത് ഇങ്ങനെ തെയ്യാരേ തക തക തെയ്യാരേ തെയ്യാരേ തക തക തക. തക തെയ്യാരേ തക തക. ഈ കുന്തത്തിന്റെ ഇടയിൽപ്പെട്ട കല്ലോറിന്റെ ഇടയിൽപ്പെട്ട പോലെയോ ഈശ്വരോ. അതെ, ഞാൻ വേറൊരു സ്റ്റെപ്പ് ഇടാം. തേയ് തേയ് താ താ. ഒരുമിച്ച് തേയ് തേയ് താ താ തേയ് തേയ് താ താ. മതി. അതെ, ഇതൊന്നും ഇവിടെ പറ്റില്ല. ഇമ്മാതിരി അഴിഞ്ഞാടാൻ പറ്റിയ വീടൊന്നും അല്ലത്. ആരാടി ഇവിടെ അഴിഞ്ഞാടിയത്? എന്റെ മോക്ക് പഠിക്കാൻ സമയമില്ലാത്ത കാരണം ഞാൻ പഠിക്കണ്. ഞാൻ പഠിച്ചിട്ട് വേണം എന്റെ കൊച്ചിന് പഠിപ്പിച്ചു കൊടുക്കാൻ. എന്തോ ഒരു പുത്രവാത്സല്യം. ഈ പഠിത്തമൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ പഠിച്ചിരുന്നെങ്കിലേ 10ാം ക്ലാസ് എങ്കിലും പാസ്സായി പോയേനെ. ഓ, നീ വലിയ ഡിഗ്രി ഞാൻ ഡിഗ്രിക്കാരി തന്നെയാ. നമ്മളെ കുടുംബത്തെ പെണ്ണുങ്ങളെ ഇങ്ങനെ തല്ലൂടാൻ പാടില്ല കേട്ടാ. വേണമെങ്കിൽ ചേച്ചിനെ പഠിപ്പിച്ചാ മുദ്രതേ. ഇവളെന്താ പട്ടിയാണോ കുറയ്ക്കാൻ? അവൾക്ക് പി ഡിഗ്രി പഠിച്ചെന്റെ ഗമയാ. നമുക്കത് മാറ്റി കൊടുക്കാട്ടാ ഡാൻസിലൂടെ. ദേ തെയ്യാരേ താ താ. കളിക്കുന്തേ തെയ് തെയ് താ താ തെയ് തെയ് താ താ തെയ് തെയ്. പെണ്ണെ തട്ടിട്ട് കൊല്ലോ. താ തെയ് ഡേ. എന്തുട്ടടപ്പത്ത് കിടന്ന് തളപള തളക്കണേ? അത് തിരിച്ച് ചാള കൂട്ടാനാ. എന്തേ നീ അതിൽ കടുക് പൊട്ടിച്ചാ? ചാള കൂട്ടാനത്ത് ആരെങ്കിലും കടുക് പൊട്ടിക്കോടോ? ദേ കിടക്കണ്. ഡേ ഈ ഡാൻസിൽ മുദ്രയിടില്ലേ, അതുപോലെ തന്നെ കൂട്ടാനിൽ കടുക് പൊട്ടിക്കണതും. ദേ സിനിമയിൽ 2 പേർക്ക് മുദ്രയുള്ളൂ. ഒന്ന് മമ്മൂട്ടിക്കും പിന്നൊന്ന് ലാലേട്ടനും. അതെ, മമ്മൂട്ടിക്കും വെറും മുദ്രയാണെങ്കിൽ ലാലേട്ടന് പാദമുദ്രയടി. അതെ, ഡാൻസ് മാത്രം നോക്കിയാൽ മതിയോ ഒരു നല്ല കലാകാരൻ? കടുക് പൊട്ടണം നോക്കണം. നീ വെറുതെ ഉണ്ടാക്കണ്ടേ? എങ്ങനെ വീർത്ത് പോയേ? നിന്റെ മനസ്സറച്ചു കുശുമ്പാ. നീ പൊടി വല്ല പറ്റേ ഇവിടുന്ന്. നീ വഴി നമുക്ക് നോക്കാം. പിന്നെ ഞാനിവിടെ നിൽക്കണതേ നിങ്ങൾക്കൊരു ദ്രോഹമല്ല കേട്ടാ, ഉപകാര. ഞാൻ നന്നായിട്ട് തലയിലെ പെൻ മുട്ടി തരും. മാഷിന് കൊറേ കഴിവൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്നും ഇവിടെ എടുക്കണ്ട. വേണ്ടെങ്കിൽ വേണ്ടോ, നിങ്ങളുടെ തല പേൻ പോയി എനിക്കെന്തോ. അത്രയും ചോര നിങ്ങൾക്ക് ലാഭം. വാടി നമുക്ക് ഡാൻസ് പഠിക്കാം. അതെ, പിന്നെ കൂട്ടാനിലെ കടുക് പൊടിച്ചോട്ടാ, അല്ലെ ചുട്ടരി തരും ഞാൻ. വാടി നമുക്ക് ഡാൻസ് പഠിക്കാം. പ്രാഞ്ചേട്ടന്റെ മോന് മിമിക്രിയിൽ ഫസ്റ്റ് കിട്ടണം, അത്രയല്ലേ? മിമിക്രി എന്നല്ലടാ, അവൻ അവിടുന്ന് ഒരു ഫസ്റ്റ് കിട്ടണം. വീട്ടിൽ അത്ര പ്രശ്നമായിട്ടിരിക്കുക. ഫസ്റ്റ് ഞാൻ ഏറ്റു. അതിനാ തൊട്ടിറക്കണേ. എത്ര വരും? ഒരു 50 ഉറുപ്പ്യാണ് അവര് പറഞ്ഞേക്കണേ. ഒരു 20 ഉറുപ്പ്യാണ് തരും. 20 എന്ന് പറയുമ്പോ ശ്രമിക്കല്ല, നടക്കണം. പറ്റോ ഇല്ലേ? പറ്റും, ഞാൻ ഏറ്റു. എന്റെ കമ്മീഷൻ കുറഞ്ഞു കിട്ടിയതായി. എവിടുന്ന അപ്പനും മോനും കൂടിയിട്ട്
ഞങ്ങള് കലോത്സവത്തിന് പോയിട്ട് വരായിരുന്നു. ആ ഫസ്റ്റ് എന്തൊട്ടാ പ്രാഞ്ചേട്ടാ പറയണേ? പ്രാഞ്ചേട്ടന്റെ മോനല്ലേ ഫസ്റ്റ് മിമിക്രി അല്ലേ? ആർക്ക് എബിക്കോ? ആ ഇവനാ മത്സരത്തിനുണ്ടായിട്ടാ? ആ ഉണ്ടായിരുന്നു. ഇവനൊരു മുൻധാരണുണ്ട്, എല്ലാ മത്സരത്തിലും ജയിക്കുന്നു. അതിന് കർത്താവ് കൊടുത്ത പണിയാ. എന്തായാലും പ്രാഞ്ചേട്ടന്റെ മോനല്ലേ മിമിക്രിയിൽ ഫസ്റ്റ് കിട്ടിയത്, അതിൽ ഞങ്ങള് ഹാപ്പിയാ. വാടാ. ഹലോ. ആ ചേച്ചാ എബിക്കാ ഫോണൊന്നും കൊടുത്തേ. താങ്കളുടെ മകനാണല്ലോ മിമിക്രിയിൽ ഫസ്റ്റ് കിട്ടിയത്. താങ്കൾക്ക് എന്താ പറയാനുള്ളത്? എനിക്കങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാനാവില്ല. ഒരു അച്ഛന്റെ ആഹ്ലാദം ഞങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ കഴിവുള്ള കുട്ടികൾ മാറ്റി നിർത്തപ്പെടുകയെ ഈ പണമുള്ള ആളുകൾ ജയിക്കുകയും ചെയ്യുന്ന ആ രീതി ഉണ്ടല്ലോ, അതിവിടെ ആദ്യം മാറ്റണം. എന്റെ മകനേക്കാൾ കഴിവുള്ള കുട്ടികൾ മത്സരത്തിലുണ്ടായിരുന്നു. അത് താങ്കളുടെ എളിമ കൊണ്ട് പറയുന്നതല്ലേ? ഏയ് അതൊന്നല്ല, എന്റെ മകനോട് ചോദിച്ചോക്കെ. സത്യത്തില് ഏറ്റവും നന്നായി പെർഫോം ചെയ്തത് എൻ്റെ ഫ്രണ്ടാ, ബെന്നിങ്ങളുടെ മോൻ സെബി. എനിക്ക് എങ്ങനെ ഫസ്റ്റ് കിട്ടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്കറിയാം. ഞാനേ 20,000 രൂപ കൊണ്ട് എണ്ണി കൊടുത്തിട്ടുണ്ട്. ഞാനും അതിൽ കുറ്റക്കാരനാണ്, ശിക്ഷ അനുഭവിക്കാൻ തയ്യാറുമാണ്. പക്ഷെ ഞാൻ പണം കൊടുത്തതിന് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എൻ്റെ മകൻ ജയിക്കാനല്ല, ഈ നാട്ടിൽ ഇതൊക്കെ നടക്കണ്ടെന്നറിയാം. എൻ്റെ സുഹൃത്ത് വെറുതെ ഏജന്റിനോട് സംസാരിക്കണതും പണം കൊടുക്കുന്നതൊക്കെ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സമ്മാനത്തിന് യഥാർത്ഥ അർഹൻ ബെന്നിയുടെ മോനാ. സർ, താങ്കളുടെ വെളിപ്പെടുത്തലുകൾ വൻ വിവാദത്തിലാവും. ആവട്ടെ, നാളെ കഴിവുള്ള ഒരു കുട്ടിയുടെ കണ്ണീരും വേദിയിൽ വീഴരുത്. അപ്പ